അപ്പോൾ നമ്മൾ മുസോറിയിലാണ്. മുസോറിയിലെ ലൈബ്രറി ചൗക്ക് എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഈ മുസോറി എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ കുട്ടിക്കാലത്ത് റസ്കിൻ ബോണ്ടിന്റെ കഥകൾ പഠിച്ചിട്ടുണ്ട്. റസ്കിൻ ബോണ്ട് ഒരു ഇംഗ്ലീഷ് ഇൻഡോ ആംഗ്ലിയൻ എഴുത്തുകാരനാണ്. അദ്ദേഹം ഉത്തരാഖണ്ഡിലെ മുസോറിയെ ബേസ് ചെയ്താണ് കൂടുതലും കഥകൾ എഴുതിയത്. അതിന് ഫേമസ് ആയിട്ടൊരു സ്റ്റോറി ഉണ്ട്, ദ ചെറി ട്രീ എന്നും പറയുന്നത്. നല്ലൊരു എഴുത്തുകാരനാണ്. ഭയങ്കര തിരക്കാണ്. മുസോറിയുടെ പ്രത്യേകത 6200 അടി ഉയരത്തിലാണ് സീ ലെവലിൽ നിന്ന്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ചെറിയൊരു സ്ഥലമാണ്. അങ്ങോട്ട് പോകില്ലേ? എന്നാൽ നമ്മളെ ഇവിടുത്തെ മുസോറിയിലെ ഏറ്റവും ഫേമസ് ആയ ഒരു വാട്ടർഫാൾ ഉണ്ട്. അതിൻ്റെ പേര് കെംറ്റി ഫാൾസ് എന്നാണ് കേട്ടോ. വളരെ ഫേമസ് ആണ്. ഇതിലൊക്കെ കണ്ടപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. മുസോറിയിലെ ലൈബ്രറി ചൗക്കിൽ നിന്ന് 13 കിലോമീറ്റർ ആണ് ഈ കെംറ്റി ഫാൾസിലേക്ക് കാണിക്കുന്നത്. പിന്നെയും ഒട്ടേറെ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. ജ്വാലാദേവി ടെമ്പിൾ, ബുദ്ധ ടെമ്പിൾ, അതുപോലെ പിന്നെ കമ്പനി ഗാർഡൻ ഉണ്ട്, പിന്നെ മാൾ റോഡുണ്ട്, പിന്നെന്താണ് ഇവിടെ ഗൺ ഹിൽ പോയിന്റ് ഉണ്ട്, ദലൈ ഹിൽസ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, സീറോ പോയിന്റ് ഉണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇന്ന് പിന്നെ സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഈ ഡെറാഡൂണിൽ നിന്ന് 20 കിലോമീറ്ററേ ഉള്ളൂ, 20-25 കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ആളുകൾ ഇങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. സാറ്റർഡേയും സൺഡേയും ഫുൾ തിരക്കാണെന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡിലെ മസൂറിയിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ മസൂറിലെ കെംറ്റി ഫാൾസിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ നല്ല വ്യൂ ആണ്. ചെറിയ ഒരു മൂടലുണ്ട്, ഒരു ഫോഗുണ്ട്, അതുകൊണ്ട് വ്യൂ അത്ര ക്ലിയർ അല്ല, പക്ഷേ നല്ല ടോപ്പിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ ഒരു ഹോം സ്റ്റേ എടുത്തു. നല്ല വ്യൂ ഉള്ളൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ. കൊള്ളാം. 2 റൂം, ബെഡ്റൂം, അടുക്കള, ഹാള്, ഇവിടെ ഇറങ്ങി നിൽക്കാൻ സ്ഥലം എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. നല്ല സെറ്റി, പിന്നെ ടീ പോയിന്റ്, 4 പേർക്ക് 5 പേർക്ക് 6 പേർക്ക് കഴിക്കാനുള്ള ഡൈനിങ് ടേബിളുണ്ട്, അടുക്കളയുണ്ട്. മുസോറിയിൽ നല്ല തിരക്കാണ്, പക്ഷേ എത്ര പേര് വന്നാലും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ടൗണിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറി ഇതുപോലെ ഹോം സ്റ്റേകൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് നല്ല ഹോം സ്റ്റേകൾ കിട്ടും. ഇന്നലെ ഞങ്ങൾ രാത്രി ഒരു നല്ല ഫോറസ്റ്റ് വ്യൂ എന്ന് പറയുന്ന ഹോട്ടലിലാണ് താമസിച്ചത്. അവിടെയൊക്കെ ഭയങ്കര റഷാണ്, ഭയങ്കര പ്രൈസ് ഭയങ്കര കൂടുതലുമാണ്. പക്ഷേ ഇവിടെയൊക്കെ നല്ല കാം ആൻഡ് ക്വയറ്റാണ്. ഹോട്ടൽ ഭയങ്കര റഷാണല്ലോ. ഇത് കാം ആൻഡ് ക്വയറ്റാണ്, ഒരു ശല്യമില്ല. അപ്പോൾ മുസോറിയിലൊക്കെ വന്നാൽ ഇത്തരം സ്ഥലങ്ങളിൽ താമസിക്കുകയാണെങ്കിൽ നല്ല ആംബിയൻസാണ്, ഒരു ശല്യമില്ല കേട്ടോ. അടിപൊളിയാണ്. എന്താ നല്ല നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മൾ ഹോം സ്റ്റേയിൽ നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ടാ. ഇവിടെ സീറോ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ടൗണുണ്ട്. ഇത് കെംറ്റി ഫാൾസിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ഇവിടെ ഹോം സ്റ്റേ എടുത്ത ശേഷം തിരിച്ച് സീറോ പോയിൻ്റിൽ പോയിട്ട് തക്കാളി, സവാള, പച്ചമുളക്, മത്തങ്ങ, മുട്ട, പഞ്ചസാര, പാൽപ്പൊടി, അങ്ങനെ എല്ലാമൊക്കെ വാങ്ങി എന്നിട്ട് ചോറുണ്ടാക്കി. ചോറെന്ന് വെച്ചാൽ മുട്ട പൊരിച്ചത്, ചോറ്, ഉരുളക്കിഴങ്ങ്, മത്തങ്ങ, പരിപ്പ് എല്ലാം കൂടെ ഇട്ട് കറിയൊക്കെ വെച്ച് കേട്ടോ. കൊള്ളാം. കുറേ നാളായി ഹോംലി ഫുഡ് കഴിച്ചു. അപ്പോൾ നമ്മുടെ 23ാമത്തെ ദിവസമല്ലേ ഇത്? 23ാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മളിപ്പോൾ മുസോറിയിലാണ്. മുസോറിയിൽ നമ്മൾ കെംറ്റി ഫാൾസ് കാണാൻ പോവുകയാണ് കേട്ടോ. ഈ മുസോറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് കെംറ്റി ഫാൾസ്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ലൈബ്രറി ചൗക്കിൽ നിന്നും അതായത് മുസോറിയുടെ സെൻറ്റർ ഭാഗമാണ് ഈ ലൈബ്രറി ചൗക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ ലൈബ്രറി ചൗക്കിൽ നിന്നും 11 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 45 മിനിറ്റ് യാത്രയുണ്ട് കെംറ്റി ഫാൾസിലേക്ക്. അപ്പോൾ അവിടെ ചെന്നിട്ട് കുറച്ച് താഴേക്ക് നടക്കാനുണ്ട്, പക്ഷേ റോപ്പ് വേ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ റോപ്പ് വേയിൽ ഇത് കയറണം. അപ്പോൾ നമ്മൾ കെംറ്റി ഫാൾസിലെത്തി. ആ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യണ 200 രൂപയാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യുന്നതിന്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ടാണോ എന്നറിയില്ല, 200 രൂപയാണ് 3 മണിക്കൂറത്തേക്ക്. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നടവഴിയാണ്. കുറച്ച് ഇങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരണം. മാർക്കറ്റാണ്, എല്ലാ സാധനങ്ങളും കിട്ടും. കുറച്ചങ്ങോട്ട് ഇറങ്ങിയിട്ട് റോപ്പ് വേ ഉണ്ട്, അല്ലെങ്കിൽ നടന്നു പോവാം. നമ്മൾ റോപ്പ് വേ കയറാനുള്ള പ്ലാനാണ്.
രാവിലെ ഇച്ചിരി തിരക്ക് കുറവുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് രാവിലെ വന്നത്. എന്നാലും തിരക്കൊക്കെ ഉണ്ട്. നമ്മൾ കെംപ്റ്റി ഫാൾസിലാണേ. കുറച്ച് സ്റ്റെപ്പ് താഴെ ഇറങ്ങി നമ്മൾ ഇവിടെ ഈ റോപ്പ് വേ ഉണ്ട് കേട്ടോ. റോപ്പ് വേ നടക്കാനാണെങ്കിൽ 20 മിനിറ്റോളം താഴേക്ക് നടക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റോപ്പ് വേ പോകാൻ തീരുമാനിച്ചു. 250 രൂപയാണ് ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പോയിട്ട് വരാൻ. 250 രൂപ. അപ്പോൾ നമ്മൾ കേബിൾ കാറിൽ കയറുകയാണ്. ഇയാൾക്ക് 250 രൂപ കേട്ടോ. ഞാനിങ്ങനെ കേബിൾ കാറിൽ കയറിയതായിട്ട് എനിക്കത്ര ഓർമ്മയില്ല. എന്തായാലും ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് കേബിൾ കാറിൽ കയറുന്നത് കേട്ടോ. 2 ഗുണമുണ്ട്. ഒന്ന്, ആ ലൈഫിൽ ആദ്യമായിട്ട് കേബിൾ കാറിൽ കയറാം. 2, നമുക്ക് താഴേക്ക് 20 മിനിറ്റ് 350 പടി നടക്കാനുണ്ട്. അതൊഴിവാക്കാം. ഇറങ്ങുന്നത് വലിയ കുഴപ്പമില്ല, പക്ഷേ തിരിച്ച് കയറുമ്പോൾ വണ്ടി ഓടിക്കാനുള്ളതല്ലേ, കാലൊക്കെ ഒരു പരുവാവാൻ ചാൻസ് ഉണ്ട്. യെസ്, അങ്ങനെ പോവുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. മൂവി തുടങ്ങിയേട്ടാ. ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ കേബിൾ കാർ കയറുന്നത്. നല്ല രസമുണ്ട് കേട്ടാ. ഹെലികോപ്റ്റർ കയറാൻ പറ്റിയില്ല, അപ്പൊ ഇതിലെങ്കിലും നടക്കട്ടെ. അപ്പൊ ഇത് സംഭവം വെച്ചാൽ 1, 2, 3, 4, 5, 10 പേർക്ക്, 1, 2, 4, 8 പേർക്ക് ഒരു ക്യാബിനകത്ത് ഇരിക്കാൻ പറ്റും. 250 രൂപയാണ്. അപ്പൊ മുസൂറിയിൽ വന്നിട്ട് നമ്മൾ കേബിൾ കാറിൽ പോവുകയാണ്. ഓക്കെ, നല്ല രസം കേട്ടാ. നമ്മള് വന്ന വഴിയാണ് കേട്ടോ അതൊക്കെ. മെല്ലെയാണ് പോകുന്നത്. എവിടെ? 3 കയറി വരുന്ന ആളില്ലേ? അത് കാര്യാണല്ലോ. മൗണ്ട് വ്യൂ റിസോർട്ട് എൻജോയ്. എന്താ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ, അമ്യൂസ്മെന്റ് പാർക്ക് പോലെയൊക്കെ താഴെ കാണാം. ഓക്കെ, അവിടെ ഇരുന്നോ. ദ വാട്ടർഫാൾ. യെസ്, ഇതാണ്. ഇത് തന്നെയാണ് ഇനി വാട്ടർഫാൾ ആണ് കേട്ടോ. ഇത് തന്നെയാണ് കെംപ്റ്റി വാട്ടർഫാൾ. യെസ്, യാ. അകത്ത് പൂള് പോലെ സംഭവമൊക്കെ ഉണ്ട് കേട്ടാ. അങ്ങനെ നമ്മൾ എത്തി. അങ്ങനെ നമ്മൾ കെംപ്റ്റി ഫാൾസിലെത്തി കേട്ടോ. മുസോറിയിലെ കെംപ്റ്റി ഫാൾസിലെത്തി. ഇവിടെ ഒരു പൂള് പോലെയൊക്കെ ഉണ്ട്, കുളിക്കാം. വെള്ളം കുറവാണ്, പക്ഷെ എന്നാലും വെള്ളമുണ്ട്. നമുക്കിതൊക്കെ മതി, ധാരാളം. യെസ്, ദിസ് ഈസ് കെംപ്റ്റി ഫാൾ. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇതാണ് മുസൂറിയിലെ കെംപ്റ്റി ഫാൾ. ഫോട്ടോ എടുക്കാം. വേണ്ടോ? നല്ല ഉയരത്തിൽ നിന്ന് വരികയാണ്. നിറയെ വെള്ളമുണ്ട്.
കെംപ്റ്റി ഫാൾസ് സൂപ്പറാണ്, അടിപൊളിയാണ്. നമ്മൾ കെംപ്റ്റി ഫാൾസിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. മുസോറിയിൽ വന്ന മസ്റ്റായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് കെംപ്റ്റി ഫാൾസ്. ഈ കെംപ്റ്റി ഫാൾസിൽ നമുക്ക് റോപ്പ് കാറിൽ വരാം, നടന്നിറങ്ങി വരാം. എന്നിട്ട് പിന്നെ അവിടെ വന്നിട്ടേ നമുക്ക് നമ്മുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ 100 രൂപയാണ് കേട്ടോ. 100 രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങൾ നടത്താം. ഒന്ന്, നമുക്ക് നമ്മുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം, പിന്നെ സാധനങ്ങളൊക്കെ ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അത് 100 രൂപ മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. അങ്ങനെയാണ്. കൊള്ളാല്ലേ? എങ്ങനെയുണ്ട് കെംപ്റ്റി ഫാൾസ്? സൂപ്പർ അല്ലേ? നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ, നല്ല തണുത്ത വെള്ളമാണ്, സൂപ്പറാണ്. അങ്ങനെ രണ്ടും നടന്നു. കെംപ്റ്റി ഫാൾസ് കുളിക്കാൻ പറ്റി, റോപ്പ് കാറിൽ കയറാനും പറ്റി. കൊള്ളാം, ആദ്യമായിട്ടാണ്. നല്ല രസമുണ്ട് കേട്ടാ. പേടിയൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, സൂപ്പറാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മള് മാത്രമേ ഉള്ളൂ. താഴെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, വാട്ടർ റൈഡ്സ് ഉണ്ട്, അടിപൊളിയാണ്. സിപ്പ് ലൈൻ ഉണ്ട്. അങ്ങോട്ട് നിറയെ ആളുകൾ ഇറങ്ങി പോകുന്നുണ്ട്. തിരിച്ചു പക്ഷെ പലതും കാര്യമായിട്ടാണ് തിരിച്ചു പോകുന്നത്. എല്ലാവരും നടന്നാ വരുന്നതേ. കൂടുതൽ പേരും എന്തായാലും നേരത്തെ വന്നതുകൊണ്ടേ നന്നായിട്ട് കുളിക്കാനും തിരക്കിന്ന് രക്ഷപ്പെടാനും പറ്റി. നമ്മൾ നേരത്തെ വന്നത് ഭാഗ്യം കേട്ടോ. ഇപ്പൊ ഇത്രയും പേര് ക്യൂ നിൽക്കണേ. നമ്മൾ നേരത്തെ വന്നതുകൊണ്ട്, നമ്മൾ 9 മണിക്ക് തന്നെ ഇവിടെ എത്തിയത് കൊണ്ട് നമുക്ക് കൃത്യമായി കാണാൻ പറ്റി, തിരക്കില്ലാതെ പോകാൻ പറ്റുകയാണ്. ഇപ്പോൾ തന്നെ നല്ല ക്യൂ ആയി ഇവിടെ കേട്ടോ. പുറത്ത് അങ്ങോട്ടാണ് പോകാൻ വഴി. കെംപ്റ്റി ഫാൾസിലേക്ക് വരുന്ന വഴിക്കുള്ള കടകളാണ് കേട്ടോ എല്ലാം. നമ്മളേതാണ്ടല്ലേ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഷോപ്പിങ്ങിനൊക്കെ പറ്റി എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. കെംപ്റ്റി ഫാൾസിൽ വരണമെങ്കിൽ നേരത്തെ വരണം. കെംപ്റ്റി ഫാൾസിൽ മാത്രമല്ല, മുസോറിയിലെ മിക്ക സ്ഥലങ്ങളും വരുന്നെങ്കിൽ നേരത്തെ വരണം, കാരണം അത്രയ്ക്കും തിരക്കാണ്. മെയ് ജൂൺ മാസം കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്, കാരണം ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയമാണ് കേട്ടോ. ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. കെംപ്റ്റി ഫാൾസ് ഉണ്ട്, തിരിച്ചു പോവുകയാണ്, ഹരിദ്വാറിലേക്ക് പോവുകയാണ്. ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കില്ല, വണ്ടികൾ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് മുസോറിയിലേക്ക്. അപ്പോൾ മെയ്യും ജൂണും മാസം ഭയങ്കര പ്രശ്നമാണ് പറയാം. അതുകൊണ്ട് നമ്മൾ നിൽക്കുന്നില്ല, നേരെ ഹരിദ്വാറിലേക്ക് പോവുകയാണ്. അപ്പം മണി 11 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. വെജ് മാഗി 90 രൂപ, പിന്നെന്താണ് പൂരി ബാജി 150 രൂപ, പിന്നെന്താണ് വെജ് മഞ്ചൂരിയൻ 280. എക്സ്പെൻസീവ് ആണ് കേട്ടോ. മുസോറി നല്ല ഹോട്ടൽസിലൊക്കെ നല്ല എക്സ്പെൻസാണ്, കാരണം അത്യാവശ്യം നല്ല ഹോട്ടലിലെങ്കിൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് മുസോറിയുടെ സെൻറ്റർ പോയിന്റ്, ലൈബ്രറി ചൗക്ക് എന്നാണ് പറയുന്നത്. ഇവിടെ വന്നിട്ടാണ് പല ഭാഗത്തേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ കെംപ്റ്റി ഫാൾസിൽ നിന്ന് വന്ന് കയറിയിരിക്കുന്ന റോഡിലാണ്. റൈറ്റിൽ അങ്ങോട്ട് റോഡുണ്ട്, ലെഫ്റ്റ് ഭാഗം കാണുന്നുണ്ട്, അത് മാൾ റോഡ് എന്ന് പറയും.
ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. വയലറ്റ് റെഡ് അല്ല, വയലറ്റ് ആണ് ഈ ഗൂഗിളിൽ കാണിക്കുന്നത്. ഈ പോലീസുകാർ ഇങ്ങനെ ഈ വെയിലത്ത് കഷ്ടപ്പെടുന്നതുകൊണ്ട് ചെറുതായിട്ടൊരു അനക്കമുണ്ട്, അല്ലെങ്കിൽ അതുമില്ല. എല്ലാ ഭാഗത്തും പോലീസിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, കാരണം അല്ലാതെ നടക്കത്തില്ല. ഉണ്ടാ ഭയങ്കര തിരക്കാണ്. അപ്പം മെയ് ജൂൺ മാസങ്ങളിൽ മസൂറി വരുന്നത് ഒഴിവാക്കുന്നതാണ് ഉത്തമം. നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. നമുക്ക് നേരെ ഹരിദ്വാറിലേക്ക് പോവുകയാണ്. ഡൽഹി ഓക്കെ, തിരക്കി നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ജ്വാലാദേവി ടെമ്പിൾ ഉണ്ട്, ഇനി കമ്പനി ഗാർഡൻ ഉണ്ട്, പിന്നെ ക്യാമൽ ബാക്ക് റോഡ് ഉണ്ട്, പിന്നെ മറ്റേ ജോർജ് എവറസ്റ്റ് പാലസ് ഉണ്ട്, വാക്സ് മ്യൂസിയം ഉണ്ട്, ഗൺ ഹിൽ പോയിന്റ്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ലാൽ ടിപ്പ, ഒരു 10ഓളം ഫേമസ് സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാൻ. പക്ഷെ എന്താ സംഭവിച്ചാൽ നമ്മൾ ഇന്ന് രാവിലെ ഒരു ടാക്സി ഡ്രൈവർ, നമ്മൾ താമസിച്ച ഹോം സ്റ്റേയുടെ ഓണർ ടാക്സിക്കാരാണ് ഇവിടെ തന്നെ വരുന്നത്. അപ്പോൾ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നതേ, നമ്മൾ ആരാംസേ എന്ന് വെച്ചാൽ മെല്ലെ കാണാനാണെങ്കിൽ 3 ദിവസം മുസോറി കാണാനുണ്ട്, അതല്ല വേഗം കാണാനാണെങ്കിൽ 2 ദിവസം കാണാം എന്നാണ് പറയുന്നത്. പിന്നെ ഈ മെയ് ജൂൺ മാസം ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറഞ്ഞു. പുള്ളി ചോദിക്കുകയാണ്, ഈ സിറ്റിയിലുള്ള ആളുകൾ ഒരല്പം ആശ്വാസത്തിനും റിലാക്സേഷനും ഒരു സമാധാനത്തിനും വേണ്ടിയിട്ടാണ് ഈ മുസോറി പോലുള്ള ഹിൽ സ്റ്റേഷനിൽ വരുന്നത്. ഇവിടെ വരുമ്പോൾ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. പിന്നെ ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ക്യൂ എന്ന് വെച്ചാൽ ടിക്കറ്റ് എടുക്കാൻ ക്യൂ. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്നാണ് ചോദ്യം വരുന്നത്. ഇത്തരം സ്ഥലങ്ങൾ വരുന്ന റിലാക്സ് ചെയ്യാനാണല്ലോ. ഇവിടെയും തിരക്കായ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് മെയ് ജൂൺ മാസങ്ങളിൽ ഇവിടെ മുടിഞ്ഞ തിരക്കായിരിക്കും. അപ്പോൾ നമ്മുടെ റിട്ടേൺ ആരംഭിക്കുകയാണ് കേട്ടോ. നമ്മുടെ തിരിച്ചുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ മുസോറിയിൽ നിന്നാണ് രാവിലെ ഇറങ്ങിയത്. ഇനി നമുക്ക് 8 ദിവസമാണുള്ളത് നാട്ടിലെത്താൻ. ഏകദേശം 3000 കിലോമീറ്റർ നമുക്ക് ഓടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഹരിദ്വാർ വഴി നേരെ ആഗ്രയിലേക്ക് പോവുകയാണ്. സംഗതി എന്താണെന്ന് വെച്ചാൽ അടിപൊളി റോഡാണ് കേട്ടോ. മുസോറിയിൽ നിന്ന് താഴെ ഇറങ്ങി ഡെറാഡൂണിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇതുപോലെയുള്ള 4 വരി പാതയാണ്. അൺഇൻറ്ററപ്റ്റഡ് ട്രാഫിക്കാണ്. സുഖമായിട്ട് നമുക്ക് പോകാം. നല്ല സ്പീഡിൽ നമുക്ക് കത്തിച്ച് പോകാൻ പറ്റും. നമ്മുടെ 23ാമത്തെ ദിവസം അല്ലേ, 23ാമത്തെ ദിവസമാണ് നമ്മൾ റിട്ടേൺ തുടങ്ങുകയാണ്. ഇനി 8 ദിവസം കൊണ്ട് 3000 കിലോമീറ്റർ ഓടി വീട്ടിൽ എത്താം. അപ്പോൾ നമ്മൾ ഹരിദ്വാറിലെത്തിയട്ടാ. ഇതൊരു ഘട്ടാണ്, സ്വാമി സർവാനന്ദ് ഘട്ടാണ്. അക്കരെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. ഇത് ഗംഗാ നദിയാണ്. ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് കേട്ടോ. സർവാനന്ദ് ഘട്ടാണ്. ഗംഗാനദി കുളിച്ചാൽ പാപങ്ങളൊക്കെ പോകുമെന്നും മോക്ഷം കിട്ടുമെന്നാണ് വിശ്വാസം. ഞാൻ ഇച്ചിരി വെള്ളം എടുത്തു കേട്ടോ. വിശ്വാസമുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് കൊടുക്കാം. ഇവിടെ ടിന്നൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ വെള്ളം കൊണ്ടുപോകുന്നവരുണ്ട്. ഞാൻ എന്തായാലും ഇത് വന്ന സ്ഥിതിക്ക് ഒരു കുപ്പി വെള്ളം കൊണ്ടുപോവാം. ഓക്കെ. ഗംഗാജലം പോസ്റ്റൽ വഴിയൊക്കെ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ട് എടുക്കാതിരിക്കണം, മോശമല്ലേ? അപ്പോൾ നമ്മളെ മറ്റേ ഹരിദ്വാറിൻ്റെ ഹൃദയഭാഗത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഭാഗത്തെല്ലാം നമ്മൾ കണ്ട സ്ഥലങ്ങളിൽ വാരാണസി, അതുപോലെ തന്നെ ഋഷികേശ്, അതുപോലെ ഈ ഹരിദ്വാർക്ക് നദിയുടെ 2 കരയും നന്നായി കെട്ടി വൃത്തിയാക്കി കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്. അധികം മാലിന്യങ്ങളും കാണാനില്ല. നല്ല തിരക്കുണ്ട് കേട്ടോ. തിരക്കെന്ന് വെച്ചാൽ 100 കണക്കിന് ബസ്സുകളും കാറുകളും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഘട്ടിലൊക്കെ കുളിക്കുന്നവരൊക്കെ ഉണ്ട്. വലിയൊരു പുണ്യ സ്ഥലമാണല്ലോ. അതായത് നിറയെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ വണ്ടികൾ 100 കണക്കിന് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. നമ്മുടെ വലതു ഭാഗത്തൊരു വലിയ കനാല് കാണുന്നുണ്ട്. അത് അപ്പർ ഗംഗ കനാലാണ് അല്ലേ? അപ്പർ ഗംഗ കനാലാണ്. അതിന്റെ സൈഡിൽ കൂടെ ഒരു ബൈപ്പാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മുസാഫിർ നഗർ സിറ്റി തൊടാതെ നമുക്ക് പോകാൻ പറ്റും. കനാലിന്റെ ഇടത് ഭാഗത്തുള്ള റോഡാണ്. നല്ല റോഡാണ്, സൂപ്പർ റോഡാണ്. ഇവിടെ അല്പം തണലുണ്ടല്ലോ അല്ലേ? ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയിട്ടേ നമുക്ക് ഇച്ചിരി മാങ്ങ കഴിച്ചല്ലോ എന്ന് ആലോചിക്കാം. ഇവിടെ തിരക്കുണ്ട്. പോട്ടെ. അപ്പോൾ നല്ല റോഡാണ് കേട്ടോ. അപ്പോൾ ഈ റോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മുസാഫിർ നഗർ ടച്ച് ചെയ്യാതെ പോവാം.
ഒഴുകുന്നത് അപ്പർ ഗംഗ കനാലാണ് കേട്ടോ. വലിയൊരു കനാലാണ്, സൂപ്പർ ഒഴുക്കാണ്, നിറയെ വെള്ളമുണ്ട്, പക്ഷേ കലങ്ങി ഒഴുകുകയാണ്. അപ്പോൾ നമ്മൾ റൂർക്കി ടൗണിൽ കയറാതെ റിംഗ് റോഡിൽ കൂടെ വന്നു. എന്നിട്ട് മുസാഫിർ നഗർ ഒഴിവാക്കി ഇതാ ഈ റോഡ് 2 വരി പാതയാണ്, നല്ല റോഡാണ്, ഹൈ സ്പീഡിലാണ് വണ്ടികൾ വരുന്നത്. ഓക്കെ, ഈ റോഡേ വന്ന് നമുക്ക് മുസാഫിർ നഗർ ഒഴിവാക്കാം, മറ്റത് ടൗണിൽ കയറി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇതാ വണ്ടി ഒതുക്കി വന്ന വഴിക്ക് മാങ്ങ വാങ്ങിച്ചായിരുന്നു കേട്ടോ. 120 രൂപ കൊടുത്ത് 1 കിലോ മാങ്ങ വാങ്ങിച്ചു, പിന്നെ കുറച്ച് സ്ട്രോബെറി വാങ്ങിച്ചു. ഇവിടെ നിറയെ വഴിയിൽ നിറയെ മാങ്ങയും സ്ട്രോബെറിയും വിൽക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? അപ്പോൾ നമ്മളെ വെൽക്കം ടു ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ ഉണ്ടോ. 1 2 3 4 4 4 8 വരിയാണ്. ഇതാണ് ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ. നമ്മളിപ്പോൾ മീററ്റിലാണ് കേട്ടോ. മീററ്റ് കഴിഞ്ഞു, മീററ്റ് ടൗണിൽ കയറിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആഗ്രയ്ക്ക് പോവുകയാണേ. അപ്പോൾ നമ്മൾ എക്സ്പ്രസ് വേ കയറി ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഗാസിയാബാദ് വഴി, ഡൽഹിയിലേക്ക് നമ്മൾ പോകുന്നില്ല, ഗാസിയാബാദ് വഴി നമ്മൾ ആഗ്രയ്ക്ക് പോകും. ഗാസിയാബാദ് ടൗണിലും നമ്മൾ കയറത്തില്ല, അതും ഒരു എക്സ്പ്രസ് വേ ഉണ്ട്, നമ്മൾ അതിലേക്ക് പോകുന്നുണ്ട്. ഡൽഹി ആഗ്ര എക്സ്പ്രസ് വേയിലേക്ക് പോകും. അപ്പോൾ ഇതൊരു എക്സ്പ്രസ് വേ, അത് ഡൽഹി മീററ്റാണ്. നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ ഗാസിയാബാദ് എത്തുമ്പോഴേക്കും ഡൽഹി ആഗ്ര എക്സ്പ്രസ് വേയിലേക്ക് കയറും, അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ കയറി. 448 വരിയാണ് കേട്ടോ. ഓക്കെ, പിന്നെ കാറുകൾക്ക് 100 കിലോമീറ്റർ സ്പീഡാണ് പരിധി, ട്രക്കുകൾക്ക് 80 കിലോമീറ്റർ. എക്സ്പ്രസ് വേയിൽ സാധാരണ രീതിയിൽ ബൈക്കോ ഓട്ടോയോ കാളവണ്ടിയോ ഓട്ടോയോ ഒന്നും കയറ്റി വിടത്തില്ല, നല്ല കാര്യം. അപ്പോൾ നമുക്ക് നല്ല സ്പീഡിൽ പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ. ഇതും ഒരു വലിയ ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബോംബെ നാഗ്പൂർ എക്സ്പ്രസ് വേ കയറി, ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേ കയറി. ഇതിപ്പോൾ 3ാമത്താണ്, ഏതാണ് ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ. ഓക്കെ, നമ്മളെ ഇപ്പോൾ ഒരു റെസ്റ്റ് ആൻഡ് സർവീസ് ഏരിയ നമ്മൾ സംഭവം കേട്ടോ. ഹവായ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇങ്ങനെ എക്സ്പ്രസ് വേയുടെ സൈഡുകളിൽ ഇത്തരം സംഗതികളുണ്ടാവും. പെട്രോൾ പമ്പ്, അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാം, ചായ കുടിക്കാം, നമുക്ക് വാഷ്റൂമിൽ പോവാം. ഇതേ ഒരു എയർ ഇന്ത്യ വിമാനം, അതിനകത്ത് കയറി ചായ കുടിക്കാൻ പറ്റും. അതിനകത്ത് ഹോട്ടലുണ്ടോ? അടിപൊളിയായിരിക്കുമല്ലേ നോക്കട്ടെ. ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ടല്ലോ, നിറഞ്ഞിരിക്കുകയാണല്ലോ. സംഭവം ശരിക്കും ഇത് പഴയ വിമാനം എങ്ങാനും കൊണ്ടുവന്നതാണോ അതോ ഇനി ഇത് വിമാനം തന്നെ കേട്ടോ. അംബാലയിൽ ഇതുപോലെ ഒരു വിമാന ഹോട്ടലുണ്ട്. അപ്പൊ നമുക്ക് പോയി ഒരു ചായ കുടിക്കാം. ഇത് വിമാനം തന്നെ കേട്ടോ, പഴയൊരു വിമാനം, ഡീകമ്മീഷൻ ചെയ്തൊരു വിമാനം എടുത്തുകൊണ്ട് വന്ന് ഇത് ഹോട്ടലാക്കി ഇങ്ങനെ മാറ്റിയിരിക്കുകയാണ്. ഇതിനകത്ത് കയറാൻ ടിക്കറ്റ് ഉണ്ടോ? ടിക്കറ്റ് ഉണ്ടോ? ടിക്കറ്റ് ഉണ്ട് കേട്ടോ, ടിക്കറ്റ് ഉണ്ട്. ബോർഡിംഗ് പാസ് കൗണ്ടർ, ടിക്കറ്റ് ക്യാഷ് കൗണ്ടർ, ടിക്കറ്റ് വേണം കേട്ടോ. ഇത് അംബാലയിലെ ഇങ്ങനൊരു സാധനം കണ്ടിട്ടുണ്ട് ഞാൻ. ഇതിനകത്ത് കയറാനേ ഒരാൾക്ക് 300 രൂപ കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നു. എന്തായാലും നമുക്ക് സമയമില്ല, നമ്മളതിനകത്ത് കയറുന്നില്ല, നമ്മൾ പോവുകയാണ്. എന്തായാലും ഈ സെറ്റപ്പൊക്കെ കൊള്ളാം കേട്ടോ. ഈ എക്സ്പ്രസ് വേ പോലുള്ള സ്ഥലങ്ങളിലെ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഫ്രഷ് ആവാനും അതുപോലെ തന്നെ ചായ കുടിക്കാനും വാഷ്റൂമിൽ പോകാനും ഒക്കെയുള്ള കാറ് പാർക്ക് ചെയ്യാനും കുറച്ച് റെസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ് സംഭവം. ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുമ്പോൾ കണ്ടിട്ടേ ഉള്ളൂ. നമ്മുടെ നാട്ടിലുണ്ടെന്നൊക്കെ കാണുമ്പോൾ ഒരു അഭിമാനമുണ്ട്. പെട്രോൾ പമ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എങ്ങനെയുണ്ട്? അടിപൊളി. അതാണ് ഭയങ്കര തിരക്കാണ് കേട്ടോ അവിടെ, ഭയങ്കര തിരക്കാണ്. നല്ല ചൂടുണ്ട്, സമ്മറല്ലേ. ഡൽഹിയൊക്കെ നല്ല ചൂടാണ് കേട്ടോ. ജെയിൻ റെസ്റ്റോറൻറ്റ്, ഭയങ്കര റെസ്റ്റോറൻറ്റ്, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ 100 കിലോമീറ്റർ സ്പീഡിൽ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്പ്രസ് വേ ആണേ. അതിൻ്റെ പേര് എന്ത് എക്സ്പ്രസ് വേ ആയിരുന്നു നീ ഇപ്പോൾ വായിച്ചത്? യമുന ആയിട്ടില്ല.
ഓർമ്മയില്ല. പെരിഫറൽ എക്സ്പ്രസ് വേ അല്ലേ? ആ. യെസ്. ഡൽഹി നഗരത്തിന് ചുറ്റുമുള്ള റോഡാണത്. പെരിഫറൽ എക്സ്പ്രസ് വേ ആണ് കേട്ടോ.